സംഘപരിവാർ കാണിച്ചു കൂട്ടുന്ന നെറുകേടിന് കയ്യും കണക്കുമില്ല. ക്രിസ്തുമസ് അടുത്തപ്പോൾ കേരളത്തിലും ആ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ മേഘാലയയിൽ ക്രിസ്ത്യൻ പള്ളിയിൽ അതിക്രമിച്ചു കടന്ന ജയ് ശ്രീറാം വിളിക്കുകയും അനുവാദമില്ലാതെ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്ത സംഭവത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. 1.5 ദശലക്ഷത്തിലധികം ഉപയോക്താക്കളുള്ള തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ആകാശ് സാഗർ വീഡിയോ പങ്കുവച്ചതിനു പിന്നാലെയാണ് സംഭവം പുറം ലോകമറിഞ്ഞത്. മേഘാലയയിലെ ഈസ്റ്റ് ഗാസി ഹിൽസ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മൗലിനോങ്ങിലെ എപ്പിഫാനി ചർച്ചിൽ ആകാശ് പ്രവേശിക്കുന്ന വീഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു. ക്രിസ്ത്യൻ പള്ളിയുടെ പവിത്രതയെ ഹനിക്കുന്ന നടപടികളിൽ ആകാശ് ഏർപ്പെട്ടതായും ജയ് ശ്രീറാം ഉൾപ്പെടെയുള്ള മതപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതായും ഇയാൾക്കെതിരെയുള്ള പരാതിയിൽ പറയുന്നുണ്ട്. ഇയാൾ ഒറ്റയ്ക്കല്ല കൃത്യം നടത്തിയത്, കൂടെ 2 പേർ കൂടി ഉണ്ടായിരുന്നതായി വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ആകാശും കൂട്ടാളികളും പള്ളിയുടെ അൾത്താരയിൽ കയറി മുദ്രാവാക്യം മുഴക്കുകയും ക്രിസ്ത്യൻ സ്തുതിഗീതങ്ങളുടെ വരികൾ മാറ്റിയ ചില പതിപ്പുകൾ ആലപിക്കുകയും ചെയ്യുന്നതാണ് വീഡിയോയിലുള്ളത്. ഇതിനു പിന്നാലെ ഷിലോങ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ ആകാശിനെതിരെ പരാതി നൽകുകയായിരുന്നു. ലൈംതുക്ര പോലീസ് സ്റ്റേഷനിൽ പോലീസിൽ നൽകിയ പരാതിയിൽ ആകാശ് ഇത് മനഃപൂർവ്വം ചെയ്തതാണ് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വിശ്വാസത്തെ കളങ്കമേൽപ്പിക്കാനുള്ള ശ്രമം മാത്രമല്ല, വർഗീയ വിഭജനം സൃഷ്ടിക്കാൻ കൂടിയുള്ള ശ്രമമാണിതെന്ന് പരാതിക്കാരൻ പറയുന്നുണ്ട്. പരാതിയെ തുടർന്ന് മേഘാലയ പോലീസ് ആകാശ് സാഗറിനും അനുയായികൾക്കുമെതിരെ അതിക്രമിച്ചു കടക്കൽ, പൊതുസൗഹാർദ്ദം തകർക്കൽ, മതവിശ്വാസങ്ങളെ അവഹേളിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. വീഡിയോ വൈറലായതോടെ വൻ വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ ആകാശിനെതിരെ ഉയരുന്നുണ്ട്. അതേസമയം കേസെടുത്ത വാർത്ത പുറത്തു വന്നതിനു പിന്നാലെ സംഭവത്തിൽ പ്രതികരണവുമായി ആകാശ് സാഗർ തന്നെ നേരിട്ട് രംഗത്തു വന്നു. പരാതിയുടെ അടിസ്ഥാനത്തെ വിമർശിച്ച ഇയാൾ ജയ് ശ്രീറാം വിളിച്ചതിനാണോ കേസെന്നും ചോദിക്കുകയുണ്ടായി. സോഷ്യൽ മീഡിയയിലൂടെ തന്നെയായിരുന്നു ഇയാളുടെ പ്രതികരണവും. ഒരു പള്ളിക്കുള്ളിൽ മതപരമായ മുദ്രാവാക്യം വിളിച്ചതിന് കുറ്റാരോപിതരായ വ്യക്തികൾക്കെതിരായ ക്രിമിനൽ നടപടികൾ തള്ളിക്കളഞ്ഞ ഒരു പ്രത്യേക കേസിലെ കർണാടക ഹൈക്കോടതി വിധി പരാമർശിച്ചുകൊണ്ടാണ് ആകാശ് സാഗർ തനിക്കെതിരായ ആരോപണങ്ങളെ നേരിടുന്നതും തന്റെ പ്രവൃത്തികളെ ന്യായീകരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും സംഭവം കാട്ടുതീ പോലെ കത്തിപ്പടർന്നിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ പുൽക്കൂട് കമ്പികൊണ്ട് കുത്തി തകർത്ത വിഷയം ഇപ്പോഴും വിവാദമായി തുടരുകയാണ്. ഒരു സ്കൂൾ അങ്കണത്തിലാണ് ഈ സംഭവം അരങ്ങേറിയതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.